ഗുഡ് മോർണിംഗ് ടു ഓൾ. കുഞ്ഞുങ്ങൾ, ഇന്ന് നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു എന്താണ് ടാലി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ മാനുവൽ അക്കൗണ്ടിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്രധാനപ്പെട്ട ടാലി സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ്, അല്ലെങ്കിൽ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള അക്കൗണ്ടിങ് ഗുണങ്ങളാണ് ഉള്ളത് എന്നാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് പറയുന്നത്. ടാലി ഈസ് എ യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ. ടാലി ക്യാൻ be used even if a user does not have any deep knowledge in accounting process. The following point is established the need for ടാലി. അതായത് ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കാത്ത ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും സുഖമായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ചെറിയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താണ് സുഗമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, ടാലി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വലിയ വലിയ ബിസിനസ് ഫേമുകളിലൊക്കെ പോകുമ്പോൾ ഡീപ്പായിട്ടുള്ള അക്കൗണ്ടിങ് നോളജിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സുഗമമായിട്ട് തന്നെ സുഗമമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ് ഫേമിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് തരംതിരിച്ച് എഴുതി വെക്കുവാനും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. ആ തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, ടാലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന്. ആദ്യത്തെ കാര്യമാണ് simple accounting management. Since the Tally software is simple, any layman can use it. All the steps are menu driven and user friendly. It has no complex accounts code as a prevalent in other similar software. അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഓരോരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അതിൻ്റെ തരം അനുസരിച്ച് റെക്കോർഡ് ചെയ്യുവാനും അതുപോലെ തന്നെ ഓരോരോ സ്റ്റോക്ക് ഐറ്റവും അതിൻ്റെ തരം തിരിച്ച് അത് റെക്കോർഡ് ചെയ്യുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് ജനറേറ്റ് ചെയ്യേണ്ടതെന്നും ഉള്ള ഓരോരോ വഴികളും കൃത്യമായ രീതിയിൽ ഓരോരോ മെനു ആയിട്ട് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഓരോരോ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തെടുക്കേണ്ടതെന്നുള്ള പാത്ത് ശരിയായ രീതിയിൽ കിട്ടുകയും അതുപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ വെച്ച് നോക്കുമ്പോൾ ട്രാൻസാക്ഷൻ കോഡുകളല്ലാതെ തന്നെ എന്താണ് ഓരോരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്കും എത്തുവാനുള്ള വഴി എങ്ങനെയെന്ന് കൃത്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാൾക്ക് എളുപ്പത്തിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നു. ഓക്കെ, ഇങ്ങനെ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ദിശാബോധം കൃത്യമായിട്ട് നൽകാൻ ആർക്ക് സാധിക്കും, നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ലളിതമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് പ്രക്രിയയാണ് ഇവിടെയുള്ളത്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ഫേം ഉണ്ടെന്ന് കരുതുക, ഒരു ഉദാഹരണം, എനിക്കൊരു ബിസിനസ് ഫേം ഉണ്ടെന്ന് കരുതുക. എൻ്റെ ബിസിനസ്സിൽ ഒരു എക്സ്പെൻസ് പേ ഓഫ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് പേ ഓഫ് ചെയ്യുകയാണ് ക്യാഷ് എന്ന് പറയുന്ന ഒരു മൂലധനം ഒരു അസറ്റ് ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ പേയ്മെൻറ്റ് ബുക്കിലായിരിക്കും എക്സ്പെൻസ് പേയ്മെൻറ്റ് ബുക്കിലായിരിക്കും എഴുതി വെക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിലാണെങ്കിൽ ഈ പേയ്മെൻറ്റ് അക്കൗണ്ടിങ് ബുക്കിന് ഒരു ട്രാൻസാക്ഷൻ കോഡുണ്ട്. ചിലപ്പോൾ നമ്മുടെ SAP പോലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഈ പേയ്മെൻറ്റ് വൗച്ചറിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് F820 എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു ബട്ടൺ, അതായത് നമ്മൾ ആ ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആ അക്കൗണ്ട്സ് കോഡ് ഉപയോഗിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എക്സ്പെൻസ് കാര്യം ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്താണെങ്കിൽ കൃത്യമായിട്ടും അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതായത് എക്സ്പെൻസ് പേ ചെയ്യുന്നതാണെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ ഉള്ളിൽ, ഇൻകം കിട്ടുന്ന കാര്യമാണെങ്കിൽ റിസീപ്റ്റ് വൗച്ചറിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ നമുക്ക് എന്താണ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ പർച്ചേസ് വൗച്ചറിൻ്റെ ഉള്ളിൽ, സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ സെയിൽസ് വൗച്ചറിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോരോ ട്രാൻസാക്ഷൻസും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതിന് പ്രത്യേകം ആ ഒരു ഓരോരോ ബുക്കുകൾ എടുക്കുന്നതിനും അല്ലെങ്കിൽ ഓരോരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ട വൗച്ചറുകൾക്ക് സെപ്പറേറ്റ് അക്കൗണ്ടിങ് കോഡോ മുതലായ ഒരു കാര്യവുമില്ല. അതിലേക്ക് എത്തുവാനുള്ള വഴി വളരെയധികം സിമ്പിളായിട്ട് ലളിതമായിട്ടും പറഞ്ഞു കൊടുത്ത് തരുന്നുണ്ട് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യമാണ് സപ്പോർട്ട് ഫോർ ബാങ്കിങ് ട്രാൻസാക്ഷൻ. അതായത് നമുക്കറിയാം ഏതൊരു ബിസിനസ്സിലും ഒന്നിലധികം ബാങ്കുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ പണപരമായിട്ടുള്ള ഇടപാടുകളും ബാങ്കുകൾ വഴി നടക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ബാങ്കുകൾ വഴി നടക്കുന്ന ഈ ഒരു കാര്യം ശരിയായ രീതിയിൽ ബിസിനസ്സിൻ്റെ ബാങ്ക് ബുക്കിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബിസിനസ്സിൻ്റെ ബാങ്ക് ബാലൻസ് എത്രയാണ്, അതുപോലെ തന്നെ
ബിസിനസ്സിൻ്റെ ശരിയായ ലാഭം എന്താണ്, ശരിയായ നഷ്ടം എന്താണ്, ഈ മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ബാങ്കിങ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ബിസിനസ്സുകാരൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്താണ് ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്താണ് ഒന്നിലധികം ബാങ്കുകൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഓരോ ബാങ്കിലും നടക്കുന്ന ട്രാൻസാക്ഷനുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോരോ ബാങ്കുകളായിട്ട് നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ അതിനനുസരിച്ച് കൊണ്ടുള്ള ബാങ്കിങ് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ എന്താണ്, ബിസിനസ്സിൽ ക്യാഷ് ബുക്കിൽ സൂക്ഷിക്കുന്ന ബാങ്ക് ബാലൻസും അതുപോലെ തന്നെ ബാങ്കുകാർ സൂക്ഷിക്കുന്ന പാസ്ബുക്കും തമ്മിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ വേണ്ടിയുള്ള ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ രീതിയിൽ നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ തരത്തിലൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ശരിയായ രീതിയിൽ തയ്യാറാക്കുവാൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി സാധിക്കുന്നു. business managers get a real boost from the new functionality built into Tally. In fact, it's so powerful, all encompassing banking assigned on new section within the product. The new banking feature allow you record and monitor multiple transactions in a single voucher. Bank reconciliation statement can easily prepared. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്, അതായത് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് പുതിയതായിട്ട് വന്നേക്കുന്ന നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തെ ബാങ്കിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തെ അക്കൗണ്ടിങ് പ്രവർത്തനങ്ങൾ അല്പം ഒരു ബൂസ്റ്റ് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, ഇത് കൂടാതെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ നിരീക്ഷിക്കുവാനും അതുപോലെ തന്നെ എന്താണ് അതുമായി ബാങ്കുപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും ഒരൊറ്റ വൗച്ചറിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാനും അതുകൂടാതെ തന്നെ എന്താണ് എന്തെങ്കിലും തരത്തിൽ പാസ്ബുക്കോ അതുപോലെ തന്നെ ക്യാഷ് ബുക്കോ തമ്മിൽ മിസ്മാച്ച്മെൻറ്റ് ഉണ്ടായാൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുവാനും നമുക്ക് ഏതുവഴി സാധിക്കുന്നു, ടാലി സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഫാസ്റ്റ് ആക്സസ് ടു ബിസിനസ് റിപ്പോർട്ട്. ഓക്കെ, അതായത് ബിസിനസ്സിൻ്റെ റിപ്പോർട്ടുകളെ നമുക്ക് പെട്ടെന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കുവാനുള്ള അല്ലെങ്കിൽ ബിസിനസ് റിപ്പോർട്ടുകൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുവാനുള്ള ഒരു എബിലിറ്റി ടാലി സോഫ്റ്റ്വെയറിനുണ്ട്. അതാണ് പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത്. എ റിപ്പോർട്ട് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് ഫോർമാറ്റഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ in the form of text, graphics and calculation. Tally allow user to collect different type of data such as a voucher, invoices, display them in the form of report. You can very soon see and access the report in Tally. അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ടാലി സോഫ്റ്റ്വെയർ ഒരു ബിസിനസ്സിൽ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസാക്ഷനുകളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടുള്ള ഇൻവോയ്സുകളിൽ നിന്നും അതുപോലെ തന്നെ വൗച്ചറുകളിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്ത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്തതിന് ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ കാൽക്കുലേഷൻസും അതുപോലെ തന്നെ കാൽക്കുലേഷൻസൊക്കെ നടത്തി ടാലി സോഫ്റ്റ്വെയർ തന്നെ എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ബില്ലിൻ്റെ ഇൻവോയ്സിൻ്റെ ഏത് രീതിയിലാണോ ആ റിപ്പോർട്ട് ഇരിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിംഗ് റൂൾ അനുസരിച്ച് ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ശരിയായ രീതിയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമുക്ക് തരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റി പൊസിഷൻ അറിയാൻ ഉപയോഗിക്കുന്ന ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് ബാലൻസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട് മുതലായവ ശരിയായ രീതിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുവാനും അതുപോലെ തന്നെ അവ ജനറേറ്റ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് എന്താണ് സമ്മറി റിപ്പോർട്ട് തയ്യാറാക്കാനും സാധിക്കും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, അടുത്തൊരു കാര്യമാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. വർക്കിംഗ് വിത്ത് Tally is extremely simple. You can install the software, activate license and start running your business on Tally within minutes. There is no prerequisite procedure or set of rules to follow. No strong accounting background is required. അതായത് ടാലി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും അയാളുടെ ബിസിനസ് ഫേമിൽ ലളിതമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുവാനും അതുപോലെ തന്നെ എന്താണ് നിമിഷങ്ങൾക്കുള്ളിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ ലൈസൻസ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നടക്കുന്ന അക്കൗണ്ടിങ് കാര്യങ്ങൾ ലളിതമായ രീതിയിൽ തന്നെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അദ്ദേഹം മുൻകൂട്ടി
ആ ഒരു ടാലി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം ചോദിക്കുകയോ അല്ലെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ബിസിനസ് ഫേമിൽ എപ്പോഴാണ് അത് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാനും അദ്ദേഹത്തിന് ലൈസൻസ് ആക്റ്റീവ് ചെയ്തെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം എന്താണ് സിമ്പിളായിട്ട് അദ്ദേഹത്തിന് ആ ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ മറ്റൊരു കാര്യമാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഗെറ്റ് എ റിയൽ ടൈം റിപ്പോർട്ട് സച്ച് എസ് ദ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻവെൻട്രി, ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ ആൻഡ് അതർ ക്രിട്ടിക്കൽ ഫോർ മേക്കിംഗ് ഡിസിഷൻസ് വിത്ത് ദ ക്ലിക്ക് ഓഫ് ബട്ടൺ. ദിസ് റിപ്പോർട്ട്സ് റിഫ്ലക്ട് ദ ചേഞ്ചസ് ദാറ്റ് ആർ മെയ്ഡ് ഇൻ ദി ഡേറ്റ ഇൻസ്റ്റാൻ്റ്ലി. അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാണ്. വളരെയധികം വേഗതയോടുകൂടി നമ്മുടെ ബിസിനസ് ഫേമിലെ ട്രാൻസാക്ഷനുകളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് തയ്യാറാക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്നാൽ നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങിലാണ് എങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ഓരോരോ പണപരമായിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസാക്ഷനുകളെ തരംതിരിച്ച് നമ്മൾ എഴുതി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ തരംതിരിച്ച് എഴുതി വെച്ചതിന് ശേഷം അതിനെ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിലേക്ക് നമ്മൾ മാനുവലി തന്നെ മാറ്റേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ വളരെയധികം സമയവും എടുക്കും അല്ലേ. അപ്പോൾ എന്നാൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്താണെങ്കിൽ ഒരു ബിസിനസ് നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ അത് ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണോ പോകേണ്ടത് അതാത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുവാനും പറ്റും. ഓക്കെ, അത് ഏതൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകളാണെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ബാലൻസ് ഷീറ്റ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയാൻ സാധിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ ഒരു ബിസിനസ്സിലെ സ്റ്റോക്കിൻ്റെ വരവും അതിൻ്റെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എത്ര സ്റ്റോക്കാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്, എത്ര സ്റ്റോക്കാണ് സെയിൽ ചെയ്തേക്കുന്നത്, കറണ്ട് സ്റ്റോക്ക് പൊസിഷൻ എത്ര, ഇതറിയാൻ നമ്മളെ സഹായിക്കുന്ന ഇൻവെൻറ്ററി റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിലെ ക്യാഷിൻ്റെ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ കാണിക്കുന്ന ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ റിപ്പോർട്ട് മുതലായിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് വളരെയധികം വേഗതയിൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വഴക്കം. നമുക്ക് ടാലി സോഫ്റ്റ്വെയർ ഏതൊരു ബിസിനസ് ഫ്രെയിമിനും അതിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി പ്രധാനമായിട്ടും പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി വിത്ത് ടാലി യു നീഡ് നോട്ട് ചേഞ്ച് യുവർ വേസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ടാലി ഈസ് അഡാപ്റ്റ് യുവർ വേസ് ഓഫ് വർക്കിംഗ് ഇഫ് ദെയർ ആർ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ യുവർ ബിസിനസ് എൻവയോൺമെൻറ്റ്. ടാലീസ് അഡ്ജസ്റ്റ് അക്കോർഡിംഗ്ലി. അതായത് നമുക്കറിയാം നമ്മുടെ ബിസിനസ്സുകാരുടെ സ്വഭാവം, നമ്മൾ ഏതൊരു ബിസിനസ്സുകാർ ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ഒരേ സ്വഭാവമുള്ളതായിരിക്കില്ല. മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ സർവീസ് വിൽക്കുന്ന ഗുഡ്സുകൾ വിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട്, സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട്. ആ രീതിയിൽ പല ബിസിനസ്സുകാരുണ്ട്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്കറിയാം ഇപ്പോൾ സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തുണി കച്ചവടക്കാർ. ഓക്കെ, അതുപോലെ തന്നെ തുണി കച്ചവടക്കാരുണ്ടാകും. അതുപോലെ തന്നെ ഇരുമ്പുൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടാകും. അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഹോസ്പിറ്റൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അഡ്വർടൈസ്മെൻറ്റ് കമ്പനീസ്, ഇവരൊക്കെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. പെട്രോൾ പമ്പ്, ഓക്കെ, അവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഗുഡ്സും അതിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകളാണ് സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ ബിസിനസ്സിലും വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളും ഫിനാൻഷ്യൽ മൂവ്മെൻറ്റ്സുമായിരിക്കും നടക്കുക അല്ലേ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റും എവിടെ നടക്കുന്നു, ഓരോരോ ബിസിനസ്സുകളിലും നടക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഓരോരോ ബിസിനസ്സുകളിലും ഓരോരോ രീതിയിലായിരിക്കും പണപരമായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ബിസിനസ് ഫ്രെയിമുകളിൻ്റെ സ്വഭാവം ടാലി സോഫ്റ്റ്വെയറിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ വർക്കിംഗ് പ്രോസസ്സിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നേച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ട് ടാലി സോഫ്റ്റ്വെയർ വ്യത്യാസപ്പെടുത്തി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷനുകൾ എത്ര തന്നെയാണെങ്കിലും വളരെയധികം ലളിതമായ രീതിയിൽ ബിസിനസ് ഫ്രെയിമിൽ അത് ഉപയോഗിക്കുവാൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനും ഈസി ആയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ചെറിയ ബിസിനസ് ഫ്രെയിമാണോ വലിയ
ബിസിനസ് ഫേമാണോ അല്ല എങ്കിൽ ഡിഫറെൻറ്റ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകളാണോ, അതൊന്നും ടാലി സോഫ്റ്റ്വെയറിനെ ബാധിക്കുന്ന കാര്യമല്ല. ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ടാലി സോഫ്റ്റ്വെയറിനെ വളരെയധികം ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്രോഗ്രസ്സിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണെന്ന് പറയുന്നത് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് റിലയബിൾ എന്ന് പറയുന്നത്. വളരെയധികം വിശ്വസ്തതയുള്ളൊരു സോഫ്റ്റ്വെയറാണ്, വിശ്വസനീയമാണ്. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്ന ഓരോരോ ഡേറ്റയും അതുപോലെ തന്നെ ടാലി സോഫ്റ്റ്വെയർ ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്തെടുക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളും ആ തരത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും ഫ്യൂച്ചറിലേക്ക്. അതായത് എന്താ പറഞ്ഞേക്കുന്നത് വായിച്ചു നോക്കാം. ടാലി stable software that work constantly every single day. Tally perform even in special scenario such as sudden power losses or system crashes. Your data is always safe, secure and up to date. അതായത് നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ എൻട്രി ചെയ്തത് ആ ഒരു ശരിയായ രീതിയിൽ തന്നെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ആയിക്കൊള്ളും. കമ്പ്യൂട്ടറിന് ഏതെങ്കിലും തരത്തിൽ ടാലി സോഫ്റ്റ്വെയർ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഡേറ്റയ്ക്ക് കമ്പ്യൂട്ടറിനോ അല്ല എങ്കിൽ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാലോ അല്ല എങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന കറണ്ട് ഇല്ലാതായി പോയി കഴിഞ്ഞാലോ അതൊന്നും നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റയെ ബാധിക്കുന്ന കാര്യമല്ല. കൃത്യമായ രീതിയിൽ എന്താണ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേ സെയിം രൂപത്തിൽ എല്ലാ സമയവും കൃത്യമായിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതോടും വരെയും ആ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ലഭ്യമാണ്. അതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏതൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും ഫിനാൻഷ്യൽ ഡേറ്റയും വളരെയധികം വളരെയധികം സുരക്ഷിതമായിട്ടും അതുപോലെ തന്നെ അതേ സെയിം രൂപത്തിലും അതുപോലെ തന്നെ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതുകൊണ്ടും ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വളരെയധികം സെക്യൂറായിട്ട് ഇരുന്നു കൊള്ളും. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് ഓൺലൈനായിട്ടാണ് എങ്കിൽ നമ്മളുടെ ഒരു നമ്മുടെ ബിസിനസ് ഫേമിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിന് ഏതെങ്കിലും കാരണവശാൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാലും ആ ഒരു കമ്പ്യൂട്ടർ നന്നാക്കിയതിന് ശേഷവും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിൻ്റെ വിവരങ്ങളെ നമുക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ അകത്തു നിന്നും നമുക്ക് റീഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ തരത്തിൽ വളരെയധികം സേഫായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡേറ്റ പ്രോസസ്സിംഗ് രീതിയാണെന്ന് പറയുന്നത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി ഈസ് ദ ബെസ്റ്റ് വേ ഫോർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ടാലി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് ഫേമിൽ സ്റ്റോക്ക് ഐറ്റംസ് കാണും ഇല്ലേ. അതായത് ബിസിനസ് ഫേമിൽ സാധനങ്ങൾ വാങ്ങുകയും അല്ലെങ്കിൽ ഒന്നുകിൽ ഗുഡ്സ് ആയിരിക്കും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, അല്ല എങ്കിൽ എന്താണ് ഏതെങ്കിലും തരത്തിൽ സർവീസുകളായിരിക്കും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഗുഡ്സ് വിൽക്കുന്ന ഒരു ബിസിനസ് കടയിലാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിലാണ് നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഗുഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അത് എത്രയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഫേമിൽ കറൻ്റ്ലി എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മളെ അറിയാൻ സഹായിക്കുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് നമ്മളൊരു ഒരു സാധനം വാങ്ങാൻ പോകാമെന്ന് കരുതാം. ഒരു ഗുഡ്സ് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കടയിൽ ചെന്നാണ്, ഒരു മൊബൈൽ ഫോൺ കടയാണ് എനിക്കുള്ളത്. എൻ്റെ ബിസിനസ് ഫേമിൽ മൊബൈൽ എന്ന് പറയുന്ന ഐറ്റമാണ് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്ക് ആ സ്റ്റോക്ക് ഐറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു റിപ്പോർട്ട് രൂപത്തിൽ തയ്യാറാക്കണം. അതിനെന്നെ സഹായിക്കുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ളത്. കാരണം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിന് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മോഡൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ തരം തിരിച്ച് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് കൃത്യമായിട്ട് മെഷർമെൻറ്റ് ചെയ്ത് എഴുതി വെക്കാൻ പറ്റിയ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അതിന് നമ്മളെ സഹായിക്കുന്ന അനവധി മെഷർമെൻറ്റ് യൂണിറ്റുകളും അതുപോലെ തന്നെ അനവധി സ്റ്റോക്ക് കാറ്റഗറി യൂണിറ്റുകളും അതുപോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ് യൂണിറ്റുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കൃത്യമായ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടാതെ തന്നെ എന്താണ് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മെഷർമെൻറ്റ് യൂണിറ്റുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അരിയൊക്കെ പലചരക്ക് സാധനങ്ങളാണ്. ഇപ്പം അരി അതുപോലെ തന്നെ എന്താണ് ഗോതമ്പ്
അതുപോലത്തെ ഐറ്റംസാണ് നമ്മൾ അതുപോലത്തെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് യൂണിറ്റ് കിലോഗ്രാം എന്നാണ് അല്ലേ. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, പെട്രോൾ, അതുപോലെ തന്നെ എന്താണ് കെറോസിൻ മുതലായ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ബിസിനസ് സംരംഭമാണെങ്കിൽ അതിനെ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 1 ലിറ്റർ പെട്രോൾ, 1 ലിറ്റർ ഡീസൽ, അങ്ങനെ ലിറ്റർ യൂണിറ്റ് ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഷർട്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമാണെങ്കിൽ, അതേ തുണിത്തരങ്ങൾ വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ് സംരംഭമാണെങ്കിൽ ഈ സ്റ്റോക്ക് എടുത്ത് അളക്കുന്നത് നമ്മൾ പീസസ് എന്ന് പറഞ്ഞായിരിക്കും അല്ലേ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മെഷർമെൻറ്റ് യൂണിറ്റുകൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് കാറ്റഗറി, അതായത് ഓരോരോ സ്റ്റോക്ക് ഐറ്റത്തിനെയും ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഷർട്ടുകളായിക്കോട്ടെ, ചെരുപ്പുകളായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് മൊബൈൽ ഫോൺസ് ആയിക്കോട്ടെ, ഇവയൊക്കെ എന്താണ് കമ്പനിയുടെ പേരിൽ തരംതിരിച്ച് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ, അതായത് ഓരോരോ സ്റ്റോക്ക് ഐറ്റത്തിനും ഓരോരോ മോഡൽ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ മോഡൽ നമ്പർ ഉപയോഗിച്ച് തരംതിരിച്ച് എഴുതി വെക്കാൻ പറ്റും. ഇങ്ങനെ വിശാലമായ രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ഐറ്റത്തെ ശരിയായ രീതിയിൽ റെക്കോർഡ് ചെയ്യുവാനും, അതുപോലെ തന്നെ ഒരു ബിസിനസ് ഫേമിൽ രാവിലെ ഒരു ബിസിനസ് ഫേമിൽ ഡെയിലി നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ ഒരു ബിസിനസ് ഫേമിൽ ഡെയിലി രാവിലത്തെ കറണ്ട് ഓപ്പൺ സ്റ്റോക്ക് എത്ര പുതിയ സ്റ്റോക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് എത്രയുണ്ട്, എത്ര ക്വാണ്ടിറ്റി സെയിൽ ചെയ്തിട്ടുണ്ട്, വൈകുന്നേരത്തെ ക്ലോസ് സ്റ്റോക്ക് എത്ര, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റോക്ക് രജിസ്റ്റർ, അതുപോലെ തന്നെ സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ടുകൾ മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ ടാലി സോഫ്റ്റ്വെയർ നമ്മളെ സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, പേറോൾ മാനേജ്മെൻറ്റിന് നമ്മൾ ടാലി സോഫ്റ്റ്വെയർ സഹായിക്കുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പേറോൾ മാനേജ്മെൻറ്റ്. നമ്മൾ ഏറ്റവും ശരിയായ രീതിയിൽ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്താണ് പേറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിലെ എംപ്ലോയീസിൻ്റെ സാലറി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പേറോൾ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം ഓരോ ബിസിനസ് ഫേമിലും വ്യത്യസ്തരായിട്ടുള്ള എംപ്ലോയീസ് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് വ്യത്യസ്ത പൊസിഷനിലായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട് അല്ലേ. ഇവരുടെ എല്ലാം സാലറി അവർ എത്ര ദിവസം ബിസിനസ് ഫേമിൽ വന്നു, അവരുടെ പോസ്റ്റ് എന്താണ് ബിസിനസ് ഫേമിൽ, അവരെത്ര ദിവസം ആബ്സെൻ്റ് ആയിട്ടുണ്ട്, ഈ മുതലായിട്ടുള്ള എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഇൻസെൻറ്റീവ്സിൻ്റെയും ബോണസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു മാസത്തെ സാലറി എത്രയെന്ന് ഡിറ്റർമിനേഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് പേറോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേറോൾ പ്രോസസ്സും വളരെയധികം സിമ്പിളായ രീതിയിൽ നമുക്ക് ടാലി സോഫ്റ്റ്വെയറിനകത്ത് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ടാലി payroll is integrated with accounting to give the user the benefit of simplified the payroll processing and accounting tally. Payroll is enable the user to set up and implement salary structure ranging from simple to complex as per the organization requirements. It allow seamless ഇൻ്റഗ്രേഷൻസ് വിത്ത് ടാലി അക്കൗണ്ട്സ്. അതായത് ടാലി സോഫ്റ്റ്വെയർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്സുകളെയും, അതുകൊണ്ട് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രോസസ്സുകളെയും, അതുപോലെ തന്നെ സാലറി കാൽക്കുലേഷന് വേണ്ടിയുള്ള പേറോൾ പ്രോസസ്സിനെയും കൂട്ടിയിണക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഈസി ആയിട്ട് ഒരു ബിസിനസ് ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഒരു മാസത്തെ സാലറി എത്രയെന്ന് കൃത്യമായിട്ടും അദ്ദേഹം ആ ബിസിനസ് ഫേമിൽ ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്തേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സാലറി പാക്കേജ് എങ്ങനെയാണ്, അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിലെ അറ്റൻഡൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ സാലറി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ബിസിനസ് ഫേമുകളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സാലറി സ്ട്രക്ചർ കിടക്കുന്നത്. ചിലത് വളരെയധികം ലളിതമായിരിക്കും, ചിലത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതുമായിരിക്കും, അല്ല സങ്കീർണമായിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും വളരെയധികം ലളിതമായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുവാൻ, ലളിതമായ രീതിയിൽ എല്ലാ എംപ്ലോയീസിൻ്റെ സാലറി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പേറോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടാലിയിലുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി വളരെയധികം ലളിതമായ രീതിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവരുടെ സാലറി പാക്കേജിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ വർക്ക് ചെയ്യുന്ന പൊസിഷൻ്റെ ബിസിനസ് ഫേമിൽ അവർ വർക്ക് ചെയ്യുന്ന പൊസിഷൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ ആബ്സെൻ്റ് ഓർ പ്രസൻറ്റ് അടിസ്ഥാനത്തിൽ സാലറി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യമാണ് ബഡ്ജറ്റ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ബഡ്ജറ്റ് ആൻഡ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് ഫേമിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രസ്സിനെ സഹായിക്കുന്ന ഒന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഒരു ബിസിനസ്സിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ഫേമിലെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി ആ ബിസിനസ് ഫേമിൽ നിന്ന് പണപരമായിട്ടുള്ള കാര്യങ്ങൾ എത്രയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിന്, എനിക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെന്ന് കരുതുക, എനിക്ക് പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ട് എത്ര തുക എൻ്റെ നിലവിലത്തെ ബിസിനസ് ഫേമിൽ നിന്ന് മാറ്റിവെക്കണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഫേം പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കണം. അങ്ങനെ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഹൊസകാലയും ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടൈം ഓർ ലോങ് ടൈം ഗോൾസിനെ ശരിയായ രീതിയിൽ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ കുടുംബജീവിതത്തിനാണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ
ബിസിനസ് ലൈഫിനാണെങ്കിലും ശരി ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലേ. നമുക്ക് ലഭ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകളെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി വിനിയോഗിക്കേണ്ടത്, അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിലെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ആവശ്യങ്ങളെയും നിറവേറ്റിയെടുക്കാൻ വേണ്ടി ബിസിനസ്സിലെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ബിസിനസ്സിൽ ലഭ്യമായിട്ടുള്ള പണത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ഒരു പദ്ധതിയാണെന്ന് പറയുന്നത്, എന്നുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനുകളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് ബഡ്ജറ്റ് രൂപത്തിൽ തയ്യാറാക്കി വെക്കാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു ബിസിനസ് ഫേമിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് കാണുവാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ബിസിനസ് ഫേമിന് ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സംരംഭം ഉണ്ടെന്ന് കരുതാം. എനിക്ക് രാജാക്കാട് ഒരു കടയാണുള്ളത്. അപ്പോൾ എൻ്റെ ബിസിനസ് ഫേം വളരെയധികം ലാഭത്തിലാണ് പോകുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയത്, എനിക്ക് രാജകുമാരിയും അല്ലെങ്കിൽ എന്താണ് വെള്ളത്തൂലോ അല്ലെങ്കിൽ മൂന്നാറിലോ മറ്റൊരു കടയും കൂടി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് സംരംഭം കൂടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിലവിൽ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ലഭ്യമായിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും എത്ര രൂപ ഞാൻ മാറ്റി വെക്കണം, ആ ഒരു മാറ്റിവെക്കുമ്പോഴുള്ള എൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ വരുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുകൂടാതെ തന്നെ ഞാൻ ഈ മാറ്റി വെച്ചേക്കുന്ന തുക ഏതൊക്കെ രീതിയിലാണ് വിനിയോഗിക്കേണ്ടത്, ഇതിനെപ്പറ്റി എന്താണ് എനിക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കാൻ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് എന്നെ സഹായിക്കുന്ന ഒന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ടാലിയുടെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എൻ്റെ ബിസിനസ് ഫേം വളരുവാൻ വേണ്ടി രണ്ടാമതൊരു കട ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഞാൻ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അന്നേരം എൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു രണ്ട് കാലഘട്ടത്തിലെ ഫ്യൂച്ചറിലെയും അതുപോലെ തന്നെ പ്രസൻറ്റിലെയും ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ എന്താണ്, ഒരേ സമയത്ത് ഒന്നിലധികം ബഡ്ജറ്റുകൾക്ക് തയ്യാറാക്കാൻ പറ്റും. എനിക്കൊരു ബിസിനസ് ഫേം ഉണ്ടെന്ന് കരുതുക. എനിക്കൊരു ബിസിനസ് ഫേമിൽ പുതിയൊരു ബിൽഡിംഗ് പണിയണം, അതുപോലെ തന്നെ എന്താണ് പുതിയൊരു പ്ലോട്ടും വാങ്ങണം എൻ്റെ ബിസിനസ് ഫേമിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇതെൻ്റെ രണ്ട് ഫിനാൻഷ്യൽ എൻ്റെ ബിസിനസ്സിൻ്റെ രണ്ട് ആവശ്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണത്തിനും സെപ്പറേറ്റ് എൻ്റെ ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് പൈസ നീക്കി വെക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ. അപ്പോൾ രണ്ടെണ്ണത്തെയും പറ്റി എനിക്കൊരു ബഡ്ജറ്റ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും അടങ്ങുന്ന ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടി ഒരു ബഡ്ജറ്റ് എനിക്ക് അറ്റ് വൺ ടൈം ടാലി സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ, എൻ്റെ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ, അത് കൃത്യമായിട്ടും ഇപ്പോഴേ എന്നാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുവാനും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിന് ആവശ്യമായ രീതിയിൽ ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കും ടാലി സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ടോട് കൂടി. അങ്ങനെ ബഡ്ജറ്റ് ആൻഡ് കൺട്രോൾസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും ടാലി സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട ഈ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ തരത്തിൽ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ് പ്രധാനമായിട്ടും ടാലി സോഫ്റ്റ്വെയറിനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള അക്കൗണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ നിന്നും എന്ത് വ്യത്യസ്തമാണ് പ്രധാനമായിട്ടും ടാലി സോഫ്റ്റ്വെയറിൽ ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ്. എന്താണ് സാങ്കേതികപരമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് ബാക്കിയുള്ള സോഫ്റ്റ്വെയറിനെ വെച്ച് നോക്കുമ്പോൾ ടാലി സോഫ്റ്റ്വെയറിനുള്ളത്, ആ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ടാലി ഈസ് എ പവർഫുൾ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഡ്രിവൺ ബൈ ടെക്നോളജി ഈസ് കാൾഡ് concurrent multi-legal accelerate technology engine. Tally holistic business accounting and the financial management software that offers innumerable ടെക്നോളജി അഡ്വാൻറ്റേജ്. ഓക്കെ, അതായത് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ബാക്കിയുള്ള അക്കൗണ്ട് സോഫ്റ്റ്വെയറിനെ വെച്ച് നോക്കുമ്പോൾ കൈകാര്യം ചെയ്യുവാനും അതുപോലെ തന്നെ അക്കൗണ്ടിങ് കാര്യങ്ങളെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ അതിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ എൻട്രി ടാലി സോഫ്റ്റ്വെയറിൻ്റെ അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനും സഹായിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു അക്കൗണ്ട് സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൺകറന്റ് മൾട്ടി ലീഗൽ ആക്സിലറേറ്റ് ടെക്നോളജി എഞ്ചിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതുകൂടാതെ തന്നെ എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളെയും അക്കൗണ്ടിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളെയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പേറോൾ പ്രോസസ്സ് മുതലായിട്ടുള്ള അനേകം കാര്യങ്ങൾ ഒരു സമയത്ത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ മൾട്ടി ടാസ്കിങ് ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അക്കൗണ്ട് സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള അനേകം ഫംഗ്ഷനുകൾ എവിടെ ലഭ്യമാണ്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ലഭ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് ടാലി എന്ന് പറയുന്നത്.
ഫസ്റ്റ് കാര്യമാണ് സിമ്പിൾ ആൻഡ് റാപ്പിഡ് ഇൻസ്റ്റാളേഷൻ. അതായത് ടാലി ഹാസ് എ സിമ്പിൾ മെനു ഡ്രീവൻ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ. ദ യൂസർ ക്യാൻ ഇൻസ്റ്റാൾ ദ പ്രോഗ്രാം ഫയൽസ് on any drive if the hard disk has partition. The user can also specify the name and the directory location of the program files. Tally user minimum hard disk space and the local drive. Its installation one of the local disk take ജസ്റ്റ് എ ഫ്യൂ സെക്കൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ബാക്കിയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പോലെ വളരെയധികം സമയമെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ല. ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വളരെയധികം നിമിഷ നേരങ്ങൾ കൊണ്ട്, അതായത് ഇതെന്ന് പറയുന്നത് കേവലം 80 KB ഫയലേ ഉള്ളൂ. ജസ്റ്റ് 1 മിനിറ്റിനുള്ളിൽ ഈ ടാലി സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആകും. അതുകൂടാതെ തന്നെ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഹാർഡ് ഡിസ്കിൻ്റെ കേവലം ചെറിയൊരു പോർഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഈ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന ഏതൊരു ഡേറ്റയും ഈ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ആവുകയും അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ചെറിയൊരു മെമ്മറി പോർഷൻ മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ഇത് കൂടാതെ തന്നെ നമ്മൾ ടാലി സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഏത് ലൊക്കേഷനിലേക്കാണ് സേവ് ആകേണ്ടത് ആ ഒരു പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സേവ് ആവുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ഇതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. വളരെയധികം ലളിതമായിട്ടും അതുപോലെ തന്നെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാലി സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത് അൺലിമിറ്റഡ് മൾട്ടി യൂസർ സപ്പോർട്ട്. അതായത് പരിധിയില്ലാതെ നമുക്ക് ഒന്നിലധികം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് വേം ഉണ്ടെന്ന് കരുതുക. എൻ്റെ ബിസിനസ് വേമിൽ എൻ്റെ ബിസിനസ് വേമിൻ്റെ പേരിൽ ഞാനൊരു ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ആ ഒരു ബിസിനസ് വേമിൽ ഈ ഒരു ടാലി സോഫ്റ്റ്വെയർ ഒന്നിലധികം ആളുകൾക്ക്, അതായത് ഹ്യൂജ് നമ്പർ ഓഫ് ആളുകൾക്ക് ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു ബിസിനസ് ഫേമിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്ന് കരുതി. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, സാധനങ്ങളും സേവനങ്ങളും വിറ്റഴിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സാധനങ്ങൾ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൂടാതെ തന്നെ എംപ്ലോയീസിൻ്റെ സാലറി ഡിറ്റർമൈൻ ചെയ്യുന്ന പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൂടാതെ തന്നെ അക്കൗണ്ടിങ് കാര്യങ്ങൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് ഫേമിൽ വളരെയധികം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് ഫേമിൽ ആ ബിസിനസ്സിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട അനേകം എംപ്ലോയീസിന് ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ. അങ്ങനെ അനവധി ആളുകൾക്ക് ആ ഒരു ഒറ്റ സോഫ്റ്റ്വെയർ ഒന്നിലധികം സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സപ്പോർട്ട് എവിടെയുണ്ട്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എ മൾട്ടി യൂസർ വേർഷൻ ടാലി ക്യാൻ ഇൻസ്റ്റാൾ ഓൺ നെറ്റ്വർക്ക് ഹാവിംഗ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ഓപ്പറേഷൻ സിസ്റ്റംസ് സച്ച് എസ് Win95, 98, NT 2000, XP and Linux. അതായത് നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ ഓൺലൈനായിട്ട് നമ്മൾ ഒരു ബിസിനസ് ഫേമിലെ ടാലി സോഫ്റ്റ്വെയർ ഒന്നിലധികം ആളുകൾക്ക് ഓൺലൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജായ വ്യത്യസ്തമായിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളായ Windows 95, 98, NT 2000, XP, Linux മുതലായിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർ വേർഷനുകളിലും ഈ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ. ഓക്കെ, ടാലി ഹാസ് ഇൻബിൽഡ് യൂസർ ഫ്രണ്ട്ലി ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഓപ്ഷൻ. അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഏതൊരു ഡേറ്റയും നമുക്ക് ഒരു പെൻഡ്രൈവിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ഒരു ബാക്കി ഫയലായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന കമ്പ്യൂട്ടറിന് ഏതെങ്കിലും കാരണവശാൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കപ്പ് ചെയ്തേക്കുന്ന ഡേറ്റ വേറൊരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന കമ്പ്യൂട്ടറിന് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് ഡേറ്റയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് ടാലി സോഫ്റ്റ്വെയറിനകത്ത് എൻ്റർ ചെയ്തേക്കുന്ന ഏതൊരു വിവരങ്ങളും വളരെയധികം സെക്യൂർ ആയിട്ട് നമുക്ക് മറ്റൊരു പെൻഡ്രൈവിലേക്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്കോ അല്ലെങ്കിൽ ഫോണിലേക്കോ സേവ് ചെയ്യാവുന്നതാണ്. വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും ആ ഒരു ബാക്കപ്പ് ഫയൽ എടുത്തുകൊണ്ട് നമുക്ക് വേറെ ഏത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്കത് റീസ്റ്റോർ ചെയ്ത് വീണ്ടും എഗൈൻ യൂസ് ചെയ്യാവുന്നതുമാണ്. ഈ തരത്തിലുള്ള ഒരു യൂസ് എവിടെയുണ്ട്, ഒരു ഫംഗ്ഷൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അതായത് ബാക്കപ്പ് എന്ന് പറയുന്ന കാര്യം റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെ അവൈലബിൾ ആണ്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത്
നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ എല്ലാ ഡേറ്റാസും ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തു നിന്നും എടുത്ത് ഒരു പെൻ ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്ന രീതിയാണ് ബാക്കപ്പ് എന്ന് പറയുന്നത്. ഇനി പെൻ ഡ്രൈവിൻ്റെ അകത്ത് സേവ് ചെയ്തേക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് പരമായിട്ടുള്ള ഇൻഫർമേഷൻസ് എടുത്ത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റീയൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീസ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ റിലയബിലിറ്റി. നമ്മൾ ഏറ്റവും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നീഡ്സ് ഓഫ് ടാലിയുടെ അകത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണ് ഡേറ്റ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഡേറ്റ നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് വളരെയധികം തെറ്റുകളില്ലാതെ തന്നെ വളരെയധികം വിശ്വസനീയമായ രീതിയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞേക്കുന്നത്. ഡേറ്റ റിലയബിലിറ്റി ദ ടൂൾ ഈസ് റോബസ്റ്റ് ദാറ്റ് എവരി power failure or incorrect machine shutdown during the function does not affect the data stored in Tally database. Quality of data integrity check periodic levels ensure complete data reliability. ഓക്കെ, അതായത് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന് പവർ ഫെയിലർ ഉണ്ടായിക്കഴിഞ്ഞാലോ ഡാമേജ് സംഭവിച്ചാലോ അതൊന്നും ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ റിലയബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ എൻ്റർ ചെയ്തെടുത്തിരിക്കുന്ന ഡേറ്റയ്ക്ക് ഒരു കാരണവശാലും നാശനഷ്ടം ഉണ്ടാവുകയില്ല. നമ്മൾ എങ്ങനെയാണോ എൻ്റർ ചെയ്തിരിക്കുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ആ ഡേറ്റ സേവായി കിടക്കുന്നുണ്ടാകും. അതുകൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തേക്കുന്ന ഡേറ്റ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നിശ്ചിത സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുവാനും അതുപോലെ തന്നെ മാറ്റങ്ങളോട് കൂടി വളരെയധികം വിശ്വസനീയമായ രീതിയിൽ ആ ഡേറ്റ കൊണ്ടു നടക്കുവാനും സാധിക്കും. ആ തരത്തിൽ വളരെയധികം സേഫായ രീതിയിൽ ടാലി എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ നമുക്ക് സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ ഡേറ്റ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുവാനും സാധിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യമാണ് യൂസർ ഡിഫൈൻഡ് സെക്യൂരിറ്റി ലെവൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുത്താലും നമുക്ക് ഹാക്കിംഗ് അതുപോലെ തന്നെ വൈറസ് അറ്റാക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ്, വേറെ ഏതെങ്കിലും വ്യക്തികൾ, അതായത് ബിസിനസ്സിൻ്റെ എഗനസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിൻ്റെ താല്പര്യങ്ങൾക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കോ ഈ ഒരു എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഈ ഒരു സ്ഥലത്താണ് ടാലി സോഫ്റ്റ്വെയർ അതിൻ്റെ സേഫ്റ്റിക്ക് പ്രാതിനിധ്യം നൽകിയേക്കുന്നത്. അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ഡേറ്റയും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലുള്ള ആളുകൾക്ക് ലോക്ക് ചെയ്ത് നിർത്തുവാനും അതുപോലെ തന്നെ ബാക്കി മറ്റുള്ളവർ ആ ഡേറ്റയിൽ മാറ്റങ്ങൾ വരുത്തുവാനോ ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളയാത്ത രീതിയിലോ ലോക്ക് ചെയ്ത് നിർത്തുവാനുള്ള വ്യത്യസ്തമായിട്ടുള്ള സെക്യൂരിറ്റി മെഷർമെൻറ്റ്സ് എവിടെയുണ്ട്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ലഭ്യമാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ടാലി ഓഫർ ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി യൂസർ ക്യാൻ ഡിഫൈൻ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് സെക്യൂരിറ്റി അക്കോർഡിംഗ് ടു ദെയർ റിക്വയർമെൻറ്റ്സ്. അതായത് ടാലി സോഫ്റ്റ്വെയർ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലുള്ള സെക്യൂരിറ്റി മെഷർമെൻറ്റ്സ് രീതിസ് ആ ബിസിനസ് പേയ്മെൻറ്റ് ആവശ്യകതയ്ക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എവരി ഓതറൈസ്ഡ് യൂസർ ഇൻ ദി കമ്പനി ക്യാൻ ഹാവ് ഇൻഡിവിജ്വൽ പാസ്വേഡ് ആൻഡ് റൈറ്റ് ടു യൂസ് specific features only. The user with the administrator level password will have full access and cannot control ഫോർ അതേഴ്സ്. അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഒരു ബിസിനസ് പേയ്മെൻറ്റ് സ്വഭാവം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ കൈകാര്യം ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ട കാര്യങ്ങൾ മാത്രമാണ്. അവർക്ക് സെയിൽസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ പോർഷൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യാതെ നമുക്ക് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. അതായത് ഓരോരോ ഫംഗ്ഷനുകളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്തെടുക്കാൻ നിർത്താൻ പറ്റും. ബാക്കിയുള്ളവരെ, അതായത് ഒരു ബിസിനസ് ഫേമിലെ എംപ്ലോയീസ് അവർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിൽ കൂടി നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള കാര്യങ്ങളെ മാത്രം ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എനേബിൾ ചെയ്തിടുവാനും അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ലോക്ക് ചെയ്ത് നിർത്തുവാനും സാധിക്കും. ഇത് കൂടാതെ തന്നെ ആ ഒരു ബിസിനസ് ഫേമിൻ്റെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ആരാണോ അദ്ദേഹത്തിന് ടാലി സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഫംഗ്ഷനുകളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് തുറന്നു കൊടുക്കുവാനും അതുപോലെ തന്നെ എന്താണ് ലോക്ക് ചെയ്ത് നിർത്തുവാനുമുള്ള ഒരു സൗകര്യം അവിടെയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ഒരു ബിസിനസ് ഫേമിലെ വിവരങ്ങളെ അതുപോലെ തന്നെ ബിസിനസ് ഫേമുകൾ എൻ്റർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനുകളെയും ലോക്ക് ചെയ്ത് നിർത്തുവാനും ഓപ്പൺ ചെയ്ത് കൊടുക്കുവാനും അതുപോലെ തന്നെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുവാനും ആർക്ക് അധികാരമുണ്ട്, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത തലത്തിൽ എന്താണ് സെക്യൂരിറ്റി, അതായത് വ്യത്യസ്ത തലങ്ങളിലായിട്ട് ഡേറ്റ നഷ്ടപ്പെടാതെ ഡേറ്റയെ ശരിയായ രീതിയിൽ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് നിർത്തുവാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിനെ ശരിയായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കുവാനുമുള്ള ഒരു ഫംഗ്ഷൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ലഭ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഡേറ്റ ഇൻറ്റിഗ്രിറ്റി ചെക്ക് ഓൾസോ എൻഷുർ ഡേറ്റ ഇൻറ്റിഗ്രിറ്റി ചെക്ക് ഓൾസോ എൻഷുർ ദാറ്റ് നോ എക്സ്റ്റേണൽ മോഡിഫിക്കേഷൻ ടു ദ ഡേറ്റ ക്യാൻ ഇൻ്റർവ്യൂ
വിത്ത് ടാലി. അതായത് നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല എന്ന് ഉള്ള ഒരു സുരക്ഷിതത്വ നിലപാട് ടാലി സോഫ്റ്റ്വെയർ സ്വീകരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഡേറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഓരോ ഡേറ്റയും വ്യത്യസ്തമായിട്ടുള്ള ബൈനറി കോഡുകൾ അനുസരിച്ച് ബൈനറി കോഡിലേക്കാണ് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് എങ്ങനെയാണോ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ആ ഡേറ്റ അതേ സെയിം രീതിയിൽ ബൈനറി കോഡുകളായിട്ടാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ആകുന്നത്. അങ്ങനെ സേവായ ഡേറ്റ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ ഇട്ട് ആക്സസ് ചെയ്യുവാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ പറ്റുകയില്ല. അതായത് നമ്മൾ എങ്ങനെയാണോ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അതേ സെയിം രീതിയിൽ അത് ബൈനറി കോഡുകളായിട്ട് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് തന്നെ സേവ് ആകുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ടാലി സോഫ്റ്റ്വെയറിൽ ഇട്ടാൽ കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ബിസിനസ്സിൽ ആ ഒരു ഡേറ്റാസ് അതേ മീനിങ് രൂപത്തിൽ മറ്റുള്ളവർക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ബാക്കിയുള്ള വ്യക്തികൾക്കാർക്കും ആ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ ആക്സസ് ചെയ്യുവാനോ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെ ചോർത്തുവാനോ സാധിക്കുകയില്ല. ആ തരത്തിൽ വളരെയധികം ബൈനറി കോഡുകളായിട്ടാണ് ഡേറ്റാസ് സേവ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന ഡേറ്റയിൽ യാതൊരു കാരണവശാലും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും വരുന്നില്ല. ആ തരത്തിൽ ആണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഓരോരോ ഡേറ്റാസും സേവ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പിംഗ് രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഡേറ്റ സേവ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഈ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ചെയ്തേക്കുന്ന ഡേറ്റ എപ്പോഴും ഓപ്പൺ ഡേറ്റാബേസ് ODBC ലെയറിലാണ് സേവായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡേറ്റ ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ചെയ്തേക്കുന്ന ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യുവാനും അതിൻ്റെ മീനിങ് രൂപത്തിൽ കൺവേർട്ട് ചെയ്തെടുത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കാനും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ODBC ലെയർ വഴിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളൊരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകൾക്കോ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൽ കിടക്കുന്ന ഡേറ്റയെ അവരുടെ സോഫ്റ്റ്വെയറിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുവാനോ അങ്ങനെ ആക്സസ് ചെയ്തെടുക്കാനോ സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള ഡേറ്റ സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ടാലി സോഫ്റ്റ്വെയർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് ടാലി ഓഡിറ്റ് എന്ന് പറയുന്നത്. ടാലി ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വായിച്ച് നോക്കാം. എ സ്പെസിഫിക് യൂസർ ക്യാൻ ബി ഗീവൺ ദ അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് ടു ചെക്ക് ദ കറക്റ്റ്നസ് എൻറ്റേർഡ് ബൈ ദ ഓതറൈസ്ഡ് യൂസർ, മേക്ക് ചേഞ്ചസ് വെൻ റിക്വയർഡ്, ഓഡിറ്റ് ആൻഡ് എൻറ്റർ ഓഡിറ്റ് എൻട്രീസ് ആൻഡ് ഓൾട്ടറേഷൻസ് made are displayed along with the name of the user who has made those modifications with the time ഓഫ് ചേഞ്ച്. അതായത് ഒരു ബിസിനസ് ഫേമിൽ ആ ബിസിനസ് ഫേമിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിൽ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ കൃത്യത അല്ലെങ്കിൽ പണപരമായിട്ടുള്ള ഇടപാടുകളുടെ കൃത്യത ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്തത് കൃത്യമാണ് എന്ന് പരിശോധിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുകൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അധികാരപ്പെട്ട ആളുകളെ കൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കും. ആ തരത്തിൽ ഒരു ടാലി ഓഡിറ്റ് ഫംഗ്ഷൻസ് എവിടെ ലഭ്യമാണ്, ആ ഒരു ടാലി ഓഡിറ്റ് ഫംഗ്ഷൻ നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ലഭ്യമാണ്. അതായത് ഓഡിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ബിസിനസ്സിലെ പണപരമായിട്ടുള്ള ഇടപാടുകൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് കൊണ്ടാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതിൻ്റെ നേച്ചർ അനുസരിച്ച് കൊണ്ട് ശരിയായ രീതിയിലാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്നതെങ്കിൽ ശരിയായ രീതിയിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളായിരിക്കും ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. എവിടെയെങ്കിലും ഒരു മിസ്മാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എവിടെയാണ് തെറ്റ് സംഭവിച്ചേക്കുന്നത്, എറർ ഉണ്ടായിരിക്കുന്നത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ടാലി ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടാലി ഓഡിറ്റ് ഫംഗ്ഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാലി സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദത്തോടു കൂടി അദ്ദേഹം നിയമിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളെ പരിശോധിക്കുവാനും അത് ഓഡിറ്റ് ചെയ്ത് നോക്കുവാനും അതുപോലെ തന്നെ തെറ്റുകൾ എവിടെയാണ് സംഭവിച്ചേക്കുന്നതെങ്കിൽ ആ തെറ്റ് എവിടെയാണ് വന്നേക്കുന്നത്, അതുപോലെ തന്നെ അത് ഇന്നാണ് തിരുത്തപ്പെട്ടേക്കുന്നത്, ആ തെറ്റ് എന്നാണ് റെക്ടിഫൈ ചെയ്തേക്കുന്നത്, ആരാണ് റെക്ടിഫൈ ചെയ്തേക്കുന്നത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ തന്നെ എന്താണ്, നമ്മുടെ ബിസിനസ് ഫേമിൽ നടക്കുന്ന ഓരോരോ പണപരമായിട്ടുള്ള ഇടപാടുകളിൽ വരുന്ന തെറ്റുകളെ ശരിയായ രീതിയിൽ തിരുത്തുവാനും ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ആ ഒരു മാറ്റം പെട്ടെന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളിൽ ജനറേറ്റ് ചെയ്യുവാനും ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണുവാനും നമുക്ക് സാധിക്കും. ഓക്കെ, അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ എന്തെങ്കിലും തരത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ ആ ഒരു മാറ്റം റിഫ്ലക്റ്റ് ചെയ്ത് കാണാനും അല്ലെങ്കിൽ മാറ്റങ്ങൾ മാറി വരുന്നത് എന്നത് നമുക്ക് കാണുവാനും സാധിക്കും. ഈ തരത്തിൽ നമ്മുടെ ബിസിനസ് ഫേമിലെ വ്യത്യസ്തമായിട്ടുള്ള തെറ്റുകളെ തിരുത്തുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ടാലി ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ടാലി വാലറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ ഇൻക്രിപ്ഷൻ ഓപ്ഷൻ ഈസ് അവൈലബിൾ ടാലി കോൾഡ് ടാലി വാലറ്റ്. ഡേറ്റ ഇൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് മെത്തേഡ് പ്രിവെൻറ്റ് ദ ബ്രേക്കിംഗ് പാസ്വേഡ് ഫോർ ദി വാലറ്റ്. ഓക്കെ,
അതായത് ഡേറ്റ ഇൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ആ ഒരു രീതിയാണ് പ്രധാനമായും ടാലി വാലറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ ഇൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് മെത്തേഡ് കൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ പാസ്വേഡ് ഇട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ഇട്ടോ ഏതെങ്കിലും തരത്തിൽ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന ഡേറ്റയെ മറ്റുള്ളവരെ ആക്സസ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഇല്ലാതാക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, അതായത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡ് നമുക്ക് കാണാൻ പറ്റുകയില്ല. ആ രീതിയിൽ അതൊരു സ്റ്റാർ രൂപത്തിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്താണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തെ ഓരോരോ വിവരങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡ് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, ഈ ഒരു രീതിയാണ് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് ടാലി വാലറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്താണ് സെക്യൂരിറ്റി ലെവൽസ് എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ പഠിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. ന്യൂമറസ് അതായത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ നമുക്ക് സേവ് ചെയ്ത് നിർത്താൻ സാധിക്കും. ഓക്കെ, സെക്യൂരിറ്റി ലെവൽസ് മീൻസ് ദ ന്യൂമറസ് അതർ ടാലി ടെക്നോളജി ബെനിഫിറ്റ് ഇൻക്ലൂഡ് സെക്യൂരിറ്റി ലെവൽസ് ദാറ്റ് ആർ ഡിഫൈൻഡ് quick and easy installation, internal backup, unlimited multi-user support, import and export ടാലി data and with the graphical analysis besides several others. Okay, അതായത് നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ വളരെയധികം സുരക്ഷിതമായിട്ട് നമുക്ക് ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലേക്ക് കൺവേർട്ട് ചെയ്യുവാനും അതുകൂടാതെ തന്നെ എന്താണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ചെയ്തേക്കുന്ന ഡേറ്റയെ നമുക്ക് ബാക്കപ്പായിട്ട് വേറെ ഏതെങ്കിലും പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്കോ സേവ് ചെയ്യാനും പറ്റും. ഇതുകൂടാതെ തന്നെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റാസിനെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുവാനും അതുകൂടാതെ തന്നെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിലെ ഡേറ്റാസിനെ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഈ തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റിനെയോ അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ടുകളെയോ ഏതെങ്കിലും എക്സൽ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ മറ്റുള്ള ഒരു ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കിടക്കുന്ന ഫിനാൻഷ്യൽ ഡേറ്റാസിനെ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ കിടക്കുന്ന ഡേറ്റയെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സുരക്ഷിതമായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വളരെയധികം വലിയൊരു ഫംഗ്ഷൻ എവിടെ അവൈലബിൾ ആണ്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതാണ് തൊട്ട് താഴേക്ക് പറയുന്നത് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഡേറ്റ. Any transaction can be exported or imported other software after suitably altering the current structure or accept the Tally data structure. Data can also import a Tally writing TDL program. The data which is exported from Tally can be XML, HTML, ACCI or Microsoft Excel format. ഓക്കെ, അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് അതിപ്പോൾ നമ്മൾ ഒരു ബിസിനസ് വേമില വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റാസ് എൻ്റർ ചെയ്യുന്നത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് മാത്രമായിരിക്കില്ല, വേറെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറിൽ നമ്മൾ ഉപയോഗിക്കും. ചിലപ്പോൾ നോട്ട് പാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ വേഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ തരത്തിലുള്ള ഏത് സോഫ്റ്റ്വെയറിലായിട്ട് നമുക്ക് ഒരു ബിസിനസ്സിൽ നടക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. ഈ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെയൊക്കെ നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഡേറ്റാസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്നും. ഓക്കെ, അതൊരു TDL പ്രോഗ്രാമായിട്ട് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളെ വേറെ പല സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളാണ് XML ആയിട്ടോ അല്ലെങ്കിൽ HTML ആയിട്ടോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ ഫോർമാറ്റിലേക്കോ ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ടാലി സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, synchronization is the process of exchanging Tally data between two or more locations. This is the process enables a branch office send data into the head office over the internet ഓർ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അതായത് ടാലി സിങ്ക്രണൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഒന്നിലധികം ബ്രാഞ്ച് ഓഫീസുകൾ ഉണ്ടെന്ന് കരുതുക. ആ ബ്രാഞ്ച് ഓഫീസിലെ ഡേറ്റയും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന ഡേറ്റാസിനെയും പരസ്പരം കൂട്ടിച്ചേർന്ന് ഒന്നാക്കുവാൻ സാധിക്കും. ഓക്കെ, ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ടാലി സിങ്ക്രണൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫോണിലൊക്കെ കോൺഫറൻസ് കോൾ വിളിക്കാറില്ലേ, അതായത് ഒരാൾ കോൾ ചെയ്യും, ബാക്കിയുള്ള ഇപ്പോൾ എനിക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ എൻ്റെ ഒന്നിലധികം കൂട്ടുകാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം കൂടിച്ചേർന്നൊരു ഗ്രൂപ്പായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ പറ്റും അല്ലേ. അതാണ് കോൺഫറൻസ് കോൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഒരാൾ വിളിച്ചാൽ മതി. ബാക്കിയുള്ള കോളുകൾ പരസ്പരം കൂട്ടിച്ചേർത്ത് ഒരൊറ്റ കോളാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെയാണ് ഗ്രൂപ്പ് കോൾ എന്ന് പറയുന്നത്. ഇതേ സെയിം രീതിയിൽ
ഇതേ സെയിം രീതിയിൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ അനേകം ബ്രാഞ്ച് ഓഫീസുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അനേകം സ്ഥലത്തായിട്ടാണ് ഓഫീസുകളുള്ളത്. ഇപ്പോൾ കൊച്ചിയിലാണ് എൻ്റെ ബിസിനസ് സ്ഥാപനം ഇരിക്കുന്നത്. എനിക്ക് മൂന്നാറിൽ ബിസിനസ് സ്ഥാപനമുണ്ട്, തിരുവനന്തപുരത്ത് ബിസിനസ് സ്ഥാപനമുണ്ട്, അങ്ങ് കാസർഗോഡും ബിസിനസ് സ്ഥാപനമുണ്ടെന്ന് കരുതുക. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ കമ്പ്യൂട്ടർ ശൃംഖലയിലാക്കാൻ സാധിക്കും. അതിനെയാണ് ടാലി സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെഡ് ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ, എൻ്റെ ബിസിനസ് ഓഫീസിൻ്റെ കൊച്ചി എന്ന് പറയുന്ന ഹെഡ് ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു രീതിയാണ് പ്രധാനമായിട്ടും ടാലി സിങ്ക്രണൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു ഫംഗ്ഷൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ലഭ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ODBC graphical analysis of data. Tally provide graphical analysis of data which helps to user perform deeper analysis. The user can generate graphical analysis reports such as sales register, purchase register, ledger, fund flow, cash flow, stock item register, zoom on. This helps to management quickly judge the performance and better prepared to difficult ടൈംസ്. ഓക്കെ, അതായത് ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് ഡേറ്റ എന്ന് വെച്ചുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ഓക്കെ, ഒരു ബിസിനസ്സിലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വളരെയധികം ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ടാലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെല്ലാം സെമസ്റ്റർ എക്സാം എഴുതുന്ന കുട്ടികളാണ് അല്ലേ. നിങ്ങൾക്ക് ഒരു സെമ്മിൽ 6 സബ്ജക്റ്റാണ് എക്സാം എഴുതേണ്ടതെന്ന് കരുതുക. 6 സബ്ജക്റ്റിന് നിങ്ങൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ 6 സബ്ജക്റ്റിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് മോശമായിട്ടുള്ള ആ സബ്ജക്റ്റിൽ ഓരോരോ സബ്ജക്റ്റിലും നിങ്ങളുടെ കഴിവ് എത്രമാത്രമാണ് എന്ന് ആഴത്തിൽ അളക്കുവാൻ ആഴത്തിലുള്ള ഒരു പഠനം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മോശമായിട്ടുള്ള ആ സബ്ജക്റ്റിനെ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ മോശമായിട്ട് പഠിക്കുന്നത് ആ സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ മികവുള്ളവരാക്കി മാറ്റാൻ ആഴത്തിലുള്ളൊരു പഠനം ആവശ്യമാണ് അല്ലേ. ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ഇതേ സെയിം കാര്യം തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അല്ലേ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവയെ തരംതിരിച്ച് ഓരോരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവയെ തരംതിരിച്ച് വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുവാനും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പണപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ല എങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് വളരെയധികം മോശമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, ഈ തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ലെഡ്ജറുകളായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പർച്ചേസ് രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യാനോ, അതായത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് തയ്യാറാക്കുവാൻ, വ്യത്യസ്തമായിട്ടുള്ള പണപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ ടാലിയിലെ. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി പ്രൊവൈഡ് ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് ഡേറ്റ വിച്ച് ഹെൽപ്സ് ടു ദ യൂസർ പെർഫോം ഡീപ്പർ അനാലിസിസ്. ഓക്കെ, അതായത് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാലി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം ആഴത്തിൽ ഒരു ബിസിനസ് ഫേമിൽ നടക്കുന്ന പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകളെ പറ്റി വിശകലനം ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പണപരമായിട്ടുള്ള മൂവ്മെൻറ്റ്സിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് സെയിൽസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പർച്ചേസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ലെഡ്ജർ ബുക്കുകൾ, പർച്ചേസ് ബുക്ക്, ക്യാഷ് ബുക്ക്, ക്യാപിറ്റൽ ബുക്ക്, ക്രെഡിറ്റേഴ്സ് ബുക്ക്, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ബുക്ക്, അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലെഡ്ജർ ബുക്കുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ മുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ, സ്റ്റോക്ക് മൂവ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററുകൾ മുതലായിട്ടുള്ള ഓരോരോ റിപ്പോർട്ടുകളും വളരെയധികം ഇൻഡിവിജ്വലി, അതായത് ഓരോന്നും നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുവഴി നമുക്ക് എന്താ സാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
എവിടെയാണോ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മോശമായിട്ടുള്ളത് അവയെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ബിസിനസ് ഫേമിൽ ഒരു ബിസിനസ് ഫേമിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ദിവസേനയുള്ള തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുവാനും ആ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ മെച്ചപ്പെടുത്തുവാനും ഈ ഒരു തീരുമാനങ്ങൾ കൊണ്ട് സാധിക്കും. ആ തരത്തിൽ പെട്ടെന്ന് ബിസിനസ്സിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കുവാനും ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തെടുക്കുവാനും ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി കംപ്ലയിൻസ്, അതായത് ODBC കംപ്ലയിൻസ്. അതെന്തെന്ന് നമുക്ക് വായിച്ചു നോക്കാം. അതായത് ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി complaints, it allows other program to use data from Tally directly. This any program such as MS Excel, Oracle, which ODBC complaint can use data from Tally. Data connectivity is dynamic, which means that any update in Tally reflect in real time in other ODBC complaint software. The user can also extract data from Tally and design his her own report ഫോർമാറ്റ് ഇൻ അതർ ODBC കംപ്ലയിൻറ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതായത് ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളെ ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകളിലേക്ക് മാറ്റുവാനും അതുകൂടാതെ തന്നെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലേക്ക് ആക്കിയിട്ടുള്ള റിപ്പോർട്ട്സുകളിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുവാനും സാധിക്കും ഈ ഒരു ഫംഗ്ഷൻ വഴി. ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഞാനൊരു ബിസിനസ്സുകാരനാണ്. എൻ്റെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഞാൻ എന്താണ് ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ ഡേറ്റാസ് എൻട്രി ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഇപ്പോൾ പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റാസ് എൻട്രി ചെയ്തു. അത് ഞാൻ എന്താണ് MS ഓഫീസ് എക്സൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് മാറ്റിയെന്ന് കരുതുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തായിരിക്കും തിരുത്തുന്നത്. ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ആ ഒരു മാറ്റം ഞാൻ എക്സൽ സോഫ്റ്റ്വെയറിലേക്ക് ആക്കി മാറ്റിയേക്കുന്ന ഡേറ്റയിലും റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എവിടെ വ്യത്യാസം വരും, എൻ്റെ എക്സൽ സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്കും ആ ഡേറ്റയിൽ വ്യത്യാസം വരുത്തി ഡേറ്റ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഈ തരത്തിൽ എന്താണ് ഒന്നിലധികം സോഫ്റ്റ്വെയറുകളെ പരസ്പരം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ റെക്കോർഡ് ചെയ്യുവാനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളെ വ്യത്യസ്ത സോഫ്റ്റ്വെയറുകളായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുവാനും സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ എവിടെ അവൈലബിൾ ആണ്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്തേക്കുന്ന ഡേറ്റ വ്യത്യസ്തമായിട്ടുള്ള ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്തേക്കുന്ന ഡേറ്റയെ അതിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് ആക്കി മാറ്റാൻ, ഇപ്പോൾ MS Excel, Oracle മുതലായിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് ആക്കി മാറ്റുവാനും അതുകൂടാതെ തന്നെ എന്താണ് ആ എൻട്രി ചെയ്തേക്കുന്ന ഡേറ്റയിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്തേക്കുന്ന ഡേറ്റയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുന്ന ഡേറ്റയിൽ ആ മാറ്റം റിഫ്ലക്റ്റ് ചെയ്ത് കാണുവാനും സാധിക്കും ഈ ഒരു ഫംഗ്ഷൻ വഴി. പിന്നെ മറ്റൊരു കാര്യമാണ് പ്രോട്ടോകോൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ടാലി പ്രൊവൈഡ് പ്രോട്ടോകോൾ സപ്പോർട്ട് ഫോർ HTTP, FTP, SMTP, ODBC, raw sockets with data interchange format and XML, HTML with XML, ISIL, SOP and related format. Protocol refer to mechanism by information can be put into taken from Tally. Format refer to the standard information to be generated from Tally or other application which can exchange data with the Tally. അത് പ്രോട്ടോകോൾ സപ്പോർട്ട് കൊണ്ട് അർത്ഥമാക്കുന്ന വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് പല രീതിയിൽ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാറില്ലേ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ ഡേറ്റാസ് സേവ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ PDF ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യും, ചിലപ്പോൾ ഇമേജായിട്ട് നമ്മൾ സേവ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ തരത്തിൽ ചിലപ്പോൾ എക്സൽ ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യും. ഈ തരത്തിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്തിരിക്കുന്ന ഏതൊരു ഡേറ്റയെയും നമുക്ക് വേറെ ഏത് ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. ആ രീതിന് വേണ്ടിയുള്ള ഒരു പ്രോട്ടോകോൾ മെക്കാനിസം ഇവിടെ അവൈലബിൾ ആണ്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഏതൊരു ഡേറ്റയും നമുക്ക് PDF നമുക്കെന്താണ് എക്സൽ ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് HTML ലാംഗ്വേജിലേക്കോ അല്ലെങ്കിൽ XML ആയിട്ടോ അല്ലെങ്കിൽ JPG ഫോർമാറ്റിലേക്കോ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വെബ് ബ്രൗസർ ആക്സസ്. ഓക്കെ, വൈൽ വർക്കിംഗ് ടാലി യൂസർ ക്യാൻ ഡയറക്ട്ലി ലോഗ് to Tally website provided he or she can access to the internet. The website lists the details of all the facilities offered by the Tally. The user can also download the latest releases of Tally as when it's available. The Tally's website is also offer Tally chat
ദ യൂസർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടാലി റെപ്രസെൻറ്റേറ്റീവ് ടു ഗെറ്റ് റിക്വയർഡ് ഇൻഫർമേഷൻ. ഇപ്പോൾ ടാലി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈൻ മുഖേന എന്ത് ചെയ്യാൻ പറ്റും, അത് ടാലി സോഫ്റ്റ്വെയറിലെ ആളുകൾ അപ്പം ക്ഷമിക്കണം, ഇപ്പോൾ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികപരമായിട്ടുള്ള ഒരു പരിജ്ഞാനം, ഒരു ടെക്നോളജിക്കൽ നോളജ് ആവശ്യമാണ് എങ്കിൽ ഒരു ടാലി എക്സ്പേർട്ടുമായിട്ട് ഓൺലൈൻ മുഖേന ചാറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ സാങ്കേതിക സഹായം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നോളജ് സ്വീകരിക്കുവാനുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിന് ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളെ സഹായിക്കുന്ന ഒന്നാണ് ഡയറക്റ്റ് വെബ് ബ്രൗസർ ആക്സസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ടാലി സോഫ്റ്റ്വെയറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതനുസരിച്ചുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവ് കിട്ടുവാനും അതുകൂടാതെ തന്നെ എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന ഓരോരോ ടാലി വേർഷൻസും നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ നിലവിലത്തെ ടാലി വേർഷൻസിനെ അപ്ഡേറ്റ് ചെയ്ത് മാറ്റുവാനും അതുകൂടാതെ തന്നെ നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയില്ലാത്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവ്, അത് എന്തിനു വേണ്ടിയാണ് ആ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു അറിവ് ആ ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നേക്കുന്ന ടാലി എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കുവാനും സാധിക്കും. ഈ തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെവിടെ കിട്ടും, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഡയറക്റ്റ് വെബ് ബ്രൗസർ ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള ഗുണങ്ങളാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഡയറക്റ്റ് വെബ് ബ്രൗസർ ആക്സസ്, അതായത് ഒരു നെറ്റിൻ്റെ നമുക്ക് ടാലി സോഫ്റ്റ്വെയർ ഡയറക്റ്റായിട്ട് നെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുവഴി എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാലി സോഫ്റ്റ്വെയറുകളെ സമയബന്ധിതമായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ടാലി സോഫ്റ്റ്വെയർ എൻ്റർ ചെയ്ത് ചെയ്യുന്ന ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തെ വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനുകളെ കുറിച്ചുള്ള അറിവ്, ടെക്നോളജിക്കൽ നോളജ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാലി എക്സ്പേർട്ടുമായിട്ട് ചാറ്റ് ചെയ്ത് മനസ്സിലാക്കുവാനും സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് പ്രോട്ടോകോൾ സപ്പോർട്ട്. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന ഏതൊരു ഡേറ്റയും വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുവാൻ സാധിക്കും. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള XML, അതുപോലെ തന്നെ HTML, അതുപോലെ തന്നെ JPG, അതുപോലെ തന്നെ PDF മുതലായിട്ടുള്ള പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ പ്രോട്ടോകോൾ ലാംഗ്വേജിലേക്ക് മാറ്റുവാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഏതൊരു ഫിനാൻഷ്യൽ ഡേറ്റാസും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകൾ ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ മാറ്റങ്ങൾ എന്തെങ്കിലും ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വരുത്തുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എക്സ്പോർട്ട് ചെയ്തേക്കുന്ന ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകളിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുവാനും സാധിക്കും. ഇങ്ങനെ ഒന്നിലധികം സോഫ്റ്റ്വെയറുകളിൽ ഒരു ബിസിനസ്സിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രവർത്തിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത് കൂടാതെ തന്നെ ഗ്രാഫിക്കൽ അനലൈസ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിലെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സ്വഭാവം അനുസരിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തെടുക്കുവാനും അതുപോലെ തന്നെ ഓരോരോ ബിസിനസ് ഫേമിൽ നടക്കുന്ന വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെ പറ്റിയുള്ള ഒരു ആഴത്തിലുള്ള ഒരു വിശകലനവും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ബിസിനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവയെ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഡിസിഷൻസ് എടുക്കുവാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാഫിക്കൽ അനാലിസിസ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ടാലി സിങ്ക്രണൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ വ്യത്യസ്ത ആളുകൾക്ക് അവരുടെ വ്യത്യസ്ത ലൊക്കേഷനിലുള്ള ഡേറ്റയെ എല്ലാം കൂടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരുമിച്ച് വർക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ടാലി സിങ്ക്രണൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫീസുമുണ്ട്, ഒരു ബ്രാഞ്ച് ഓഫീസും ഉണ്ടെന്ന് കരുതുക. ഹെഡ് ഓഫീസിൽ അക്കൗണ്ടിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളെയും അതുപോലെ തന്നെ എന്താണ് ബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്ന പണപരമായിട്ടുള്ള അക്കൗണ്ടിംഗ് കാര്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ടാലി സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസിലെ ആളുകൾക്ക് ബ്രാഞ്ച് ഓഫീസിലെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ പണപരമായിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെഡ് ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ടിങ് കാര്യങ്ങളെ മാനേജ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യമാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡാറ്റ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളെയും വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളായിട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചേക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം കൂടി എന്താണ് ഏകോപിപ്പിച്ചുകൊണ്ട് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് ആ വിവരങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളെ ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഈ തരത്തിലുള്ള എല്ലാ ഫംഗ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിച്ചത്. പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. Okay, thank you.